അതായത് എന്നെ കണ്ടു. ഒരു 10-20 ആർട്ടിസ്റ്റും ഒരു 50 ക്രൂ, ടോട്ടൽ അവിടെ ഒരു ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിനു അടിമാലിയെ കുറിച്ചാണ്. പിന്നെ ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. നമ്മുടെ അവിടെ ഉത്സവമൊക്കെ ഉണ്ട്, ചെറിയ മൈക്കിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. അപ്പോൾ ബിനു അടിമാലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ജിനേഷ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് പുള്ളിയാണ് ഫേസ്ബുക്കും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ നോക്കി നടത്തുകയും എല്ലാം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. മീൻസ് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാൾ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവരുടെ ഇടയിൽ കുറേ പേഴ്സണൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരിക കണ്ട് ചെയ്ത് അങ്ങനെ അവർ അടിച്ച് പിരിഞ്ചയച്ച്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ഫേസ്ബുക്ക് എന്താ പറയണ്ടേ, അതിനുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ബിനുവിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമല്ലോ, ഉള്ള കോമഡിയും ഗൾഫിലും അവിടെയൊക്കെ ചെല്ലുമ്പോൾ മലയാളികളെ ആട്ടിത്തുപ്പുന്നതും പിന്നെ ഇയാളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും കമൻറ്റിലും എല്ലാവരും വന്നിട്ട് പൂര തെറിവിളിയെന്ന് വെച്ചാൽ ഞാനും കാണാറുള്ളത്. ഇടയ്ക്ക് ഞാനും 2 എണ്ണമൊക്കെ ഇടാറുണ്ടായിരുന്നു. പണ്ടത്തെ കാര്യം ഞാനീ പറയുന്നത്. കാരണം അതുപോലത്തെ കുറേ കാര്യങ്ങൾ ആ പുള്ളി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ തെറിവിളിയൊന്നും പുള്ളി അറിയുന്നില്ല. കാരണം ഇതെല്ലാം നോക്കുന്ന ഈ ജിനീഷ, ഇയാളാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അവസാനം ഇത് അങ്ങനെ ഇവർ തമ്മിൽ പിരിയുണ്ടായ സമയത്ത് ഈ അക്കൗണ്ട് ഇയാളെ തന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ഇയാളുടെ സിസ്റ്റത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കിയായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് വിശദമാവും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിലേക്ക് പോണ്. ഞാൻ അവിടുത്തെ സാറിനെ കണ്ടു. സാറ് എന്നെ ഡേറ്റിന് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അത് റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറിന് അത് മനസ്സിലായി. സാറ് വിൻസിയാനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ നോക്കണം, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് പറഞ്ഞ രീതിയിൽ പാസ്വേഡും കാര്യങ്ങളും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നിന്റെ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം നിന്റെ കമ്പ്യൂട്ടർ നല്ലതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ പാസ്വേഡും കാര്യം തന്നു വിട്ടു. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ടെക്നിക്കൽ ആളെ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് കിട്ടാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയതൊന്നുമല്ല, ഇത് ആരോ ഇങ്ങനെ അതായത് കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ 3 പ്രാവശ്യം പാസ്വേഡ് തെറ്റിടിച്ച് കഴിഞ്ഞാൽ അതായത് 24 മണിക്കൂർ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 48 മണിക്കൂറാവും. അപ്പൊ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയേട്ടൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഈ ഫോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. എന്നെ വിളിച്ചതിനിടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ജിനീഷ് നീ തന്ന പാസ്വേഡ് തന്നിട്ട് അത് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടാ, അന്ന് തന്നെ ചേട്ടൻ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഇട്ടുണ്ട്. അപ്പൊ എന്റെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയി. അപ്പൊ നിങ്ങൾ പാസ്വേഡ് അതിന് ശേഷം ചേഞ്ച് ചെയ്ത പാസ്വേഡ് അടിച്ചാലാണ് പുതിയ പാസ്വേഡ് ആണ് അടിച്ചിട്ടുണ്ട്, അതാണ് മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് ഇത് പറ്റിയ സംഭവമാണ്. ഈ പാസ്വേഡ് എന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന ചില പാസ്വേഡൊക്കെ ഇട്ട് വെക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവർ അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു പാസ്വേഡ്. ഈ കാര്യം പണ്ട് സരിത പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ബിനു ആണ്. അപ്പം പുള്ളിക്ക് ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വല്ലേട്ടൊന്നും അറിയത്തൊന്നുമില്ല. ഇപ്പം ഇയാൾക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് മൊത്തം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയായിരുന്നു. അപ്പം 3 വർഷത്തോളം ഈ അക്കൗണ്ട് യൂസ് ചെയ്ത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഈ ഇതെല്ലാം ഉണ്ടായും. പിന്നെ അക്കൗണ്ട് കൈമാറുക. ഇപ്പം തന്നെ പോലീസാണ് പറഞ്ഞത് റിക്കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അവസാനം ഇത് എവിടെ പോയി അവസാനിച്ച്? ഈ പറയുന്ന അദ്ദേഹം എന്തോ ചെയ്ത പോലെ ആയിട്ടുള്ള രീതിയിലാണ്. പിന്നീട് എന്താ പറയണ്ടേ, ഈ അക്കൗണ്ടൊക്കെ ഏതോ ഒരു ഭാഗ്യത്തിൽ റിക്കവർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത് അവസാനം കിടക്കുന്നു. ഫേസ്ബുക്ക് ഇയാൾ പോസ്റ്റ് ഇടാൻ തുടങ്ങി, ബിനു ഇടാൻ തുടങ്ങിയപ്പോൾ മൊത്തം നെഗറ്റീവ് കമൻസ്, പച്ചത്തേറി പൂരത്തേറി. അറിയാലോ, തൃശ്ശൂർ പൂരമായിരിക്കും അണ്ണൻ്റെ ഇതില്ല. അത് കാരണം അതുപോലത്തെ രീതിയിലാണല്ലോ പുള്ളിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സംടൈംസ്. അത്രേ ഉള്ളൂ കേട്ടോ. പോട്ടെ, ഒരു കലാകാരനാണ്, പക്ഷെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആവാം. നമുക്ക് അടുത്ത ക്ലിപ്പ് കണ്ടു നോക്കാം. ആള് പറയണ ആളുടെ ഫേസ്ബുക്കിൽ അത് തെറികൾ വിളിക്കുന്നതൊക്കെ ഞാനാണെന്ന് പറയണേ. അതായത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായത് 40% ആളുകൾ തെറികൾ വിളിക്കാറുണ്ട്. അത് ഞാൻ ആ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കമന്റ് ഡിലീറ്റ് കളയാറുണ്ട്. ഇപ്പൊ ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അത് ഞാൻ ചെയ്യിക്കുന്നതാണ് ആൾ പറയണേ. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നീ വീഡിയോ എല്ലാവർക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ആളൊരു പടത്തിന്റെ പ്രൊമോഷന് പോയി, ആ വീഡിയോ ഞാനാണ് ഉണ്ടാക്കിയെന്നാണ് പറയണത്. അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു, അത് തന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത്.
ആൾ പറയണത് നീ നിന്റെ വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ വരും, ഞാൻ കൊട്ടേഷൻ ടീമുകൾ കൊണ്ടുവരും, അതായത് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് ആൾ പറയണേ. ആൾക്ക് ഹൈക്കോടതി ജഡ്ജി, പോലീസ് ഓഫീസർ, കൊട്ടേഷൻ ടീം ഇവരൊക്കെ ആയിട്ടാണ് കണക്ഷൻ എന്ന് പറയുന്ന ആള്. നീ ഫോൺ കട്ട് ചെയ്തു, 10 മിനിറ്റിനുള്ളിൽ നിന്നെ 2 ടീമുകളെ എന്നെ വിളിക്കുന്നു പറഞ്ഞു. അത് ഞാൻ കുറച്ച് നേരം ഇപ്പം എന്നെ വിളിക്കണം 2 ടീം, അതായത് ഒരു ഇടുക്കി ജില്ലയുടെ ആരാണെന്നൊക്കെ പറഞ്ഞു അവർ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വേറെ ആൾ വിളിച്ചു, അവരും ഇതുപോലെ ഭീഷണിപ്പെടുത്താം. അവർ പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എതിരെയെന്ന് പറയണത്. അങ്ങനെ ഒരു സംഭവമില്ല, എവിടെ വേണമെങ്കിലും തെളിയിക്കാം. ഞാനത് അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഞാൻ എൻ്റെ വർക്ക്, എൻ്റെ പരിപാടി ഫോട്ടോഗ്രാഫിയാണ്, അതെടുത്ത് ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ഈ ഇതെല്ലാം പുള്ളി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഈ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ വേറൊരു ഫോണിലോട്ട് ചെയ്താൽ നമുക്ക് പറ്റത്തില്ല. ഈ നോട്ടിഫിക്കേഷൻ ചിലപ്പം ചെല്ലുന്നത് നമ്മുടെ ഫേസ്ബുക്കിലോട്ടായിരിക്കും, ഈ ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണെങ്കിൽ കുറച്ച് കോഡ് കാര്യങ്ങളുണ്ട്, 8 അക്ക നമ്പർ, ആ കോഡ് എഴുതി വെച്ചിരിക്കണം. കാരണം നമ്മൾ ഐഡിയും പാസ്വേഡ് കൊടുത്താലും ഈ കോഡ് ചോദിക്കും, ഈ കോഡ് കൊടുത്താലും അക്കൗണ്ട് ഓപ്പൺ ആകത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ ഇയാളാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതെന്നുള്ള വരുത്തിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പ്രോഗ്രാം, സ്റ്റാർ മാജിക് പ്രോഗ്രാമിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഇയാൾ ഫോട്ടോ എടുക്കാൻ ചെന്ന സമയത്ത് ഇയാളെ എന്താ പറയണ്ടേ റൂമിനകത്ത് കയറ്റിയിട്ട് മർദ്ദിക്കുകയുണ്ടായി. നല്ല രീതി എടുത്തിട്ട് അങ്ങ് ചാമ്പി. ഇപ്പോൾ 2 പെൺമക്കളുടെ അച്ഛനാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അടിമാലിക്ക് എല്ലാം ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വന്ന വഴി മറന്നുപോയ പിന്നെന്ത് ചെയ്യും. ഓക്കെ, നമുക്ക് ഇത് പറഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഇതുണ്ട്. അതായത് എന്നെ കണ്ടു, ഒരു 10-20 ആർട്ടിസ്റ്റും ഒരു 50 ക്രൂ, ടോട്ടൽ അവിടെ ഒരു 50 ക്രൂവിന് മേലുണ്ടാവും. ആ ടൈമിൽ എന്നെ വിളിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് കയറ്റി ലോക്ക് ചെയ്തു. അവിടെ നിന്ന് എന്നെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതായത് എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം അത് പരമാവധി വലിച്ച് കൊടുക്കാണ്ടായപ്പോൾ എന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, ക്യാമറ ബാഗ് വാങ്ങി നിലത്തടിച്ചു. അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി എന്നെ ഉന്തി തള്ളി അവിടെ ഇട്ടു, ചവിട്ടി കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കഥ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുന്നില്ല, എന്നെ അവിടെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടുത്തെ എല്ലാവരും കൂടി ആ ഡോറ് ചവിട്ടി പൊളിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് ഇറക്കണത്. അവര് ചവിട്ടി തുറക്കുന്ന ടൈമിൽ എന്റെ കഴുത്തിൽ ആൾ ഞെക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ ഡയറക്ടർ വന്നു, ആളോട് കൈ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അത് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ നേരെ ആ ചാനലിന്റെ ഹെഡിലോ അവിടെ പോയി സംസാരിച്ചു. അവർ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ അടുത്തും പറയാണ്, എന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല, നിന്നെ കൊന്നുകളയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ആ ഷോ ഡയറക്ടർ എടുത്ത് അടക്കം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് 96,000 രൂപ പണി ഉണ്ട്. 1.5 മാസമായി ഞാൻ ക്യാമറ 1.5 മാസമായി ക്യാമറയൊക്കെ തല്ലിപ്പൊട്ടിച്ചെന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ ഇത് നടന്നിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. പിന്നെ ഇയാളെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ അന്ന് ആലോചിച്ചു, 2 പെൺമക്കളുടെ അച്ഛനല്ലേ, അപ്പം അവരെങ്ങനെയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ പിന്നെ ബിനുവിൻ്റെ ഒരു വോയിസ് ഉണ്ട്. ബിനു മതി, അടിമാലിയൊന്നും വേണ്ട. പുള്ളിയുടെ ഒരു വോയിസ് ഉണ്ട്. ഈ നല്ലതായിട്ട് പറഞ്ഞിട്ടേക്ക് ഇന്ന ആളുമായിട്ടൊക്കെ ഹോൾഡ് ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ, അതൊന്ന് ഞാൻ വെച്ചുതരാം. വഴക്കല്ല ജിനീഷ് ഭായി, ഞാനെപ്പോഴും പറഞ്ഞാല് ഞാന് എന്റെ ബന്ധങ്ങളും എന്റെ ഓട്ടപ്പുറത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. എനിക്കാകെ ഞാനൊരു ദുർബല മനുഷ്യനാണ്. ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനോ ഒന്നിനും പോകാത്ത, എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടെന്ന് ഞെട്ടി, എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നത്, മജിസ്ട്രേറ്റ് വരെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ആഹാ, അപ്പം നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു മൊണ്ണയാണെങ്കിൽ, മീൻസ് ഒരു കുറ്റം പറഞ്ഞില്ല കേട്ടോ, ആ ഒരു തോന്നലുണ്ട് ഇവന് ഇങ്ങനെ സംസാരമൊക്കെ കേട്ടിട്ട്. എന്തായാലും ബ്രോ, വന്ന വഴി മറക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് സുധി, ഇപ്പം സുധിയുടെ മുമ്പിൽ വെച്ച് നന്മമരം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലും അവരുടെ കാര്യത്തിനും ഒക്കെ പറയുമ്പോൾ നന്മമരം, അപ്പോഴും എന്തുവാ ഇയാൾ ആ ഫോട്ടോഗ്രാഫറും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇമേജ് പോവാതിരിക്കുക. നേരത്തെ ഇയാൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ ഇയാളെ കുറിച്ച് മോശമായിട്ട് പറയുകയൊക്കെ ചെയ്യായിരുന്നു, ആര് ഈ ബിനുവിനെ കുറിച്ച്. അപ്പോൾ ഈ സുധിയുടെ കേസ് കേട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. അതും ജിനേഷ് പറയുന്നുണ്ട് അത് ഓരോ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. ഇപ്പം പിന്നെ അടിമാലിക്ക് എന്തുവാ ഈ വീഡിയോയെ കുറിച്ചൊക്കെ ഉള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്തേക്ക് വരാം. എന്തായാലും നല്ലതല്ല, കുറച്ചൊക്കെ ഒതുങ്ങുക.